എന്താണ് ബ്ലഡ് പ്രഷർ? ഇത് എന്തുകൊണ്ട് വരുന്നു? എങ്ങനെ നിയന്ത്രിക്കാം? ഞാൻ ഡോക്ടർ മുർഷിദ, ഹോമിയോ ഹോം സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഇരുമ്പുഴി. ഇന്ന് നമുക്കിടയിൽ വളരെ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഹൈ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്, അഥവാ BP, രക്തസമ്മർദ്ദം, ഹൈപ്പർ ടെൻഷൻ എന്നൊക്കെ പറയുന്നത്. സാധാരണയായി ഇത് പൊതുവെ 40 വയസ്സിന് ശേഷമായിരുന്നു കണ്ടുവരുന്നത്. എന്നാൽ ഇന്നത്തെ ജീവിത ശൈലിയിലുള്ള മാറ്റം കാരണം 30 വയസ്സിനോട് അടുപ്പിച്ചിട്ട് തന്നെ ഹൈപ്പർ ടെൻഷൻ പൊതുവെ കണ്ടുവരുന്നുണ്ട്. എന്താണ് ഹൈപ്പർ ടെൻഷൻ എന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാം. എന്താണ് ബ്ലഡ് പ്രഷർ? നമ്മളുടെ ഹൃദയം അഥവാ ഹാർട്ട് എന്ന് പറയുന്നത് ഒരു പമ്പ് പോലെ പ്രവർത്തിക്കുന്ന ഒരു അവയവമാണ്. അതായത് ഈ ഹൃദയം ഓരോ തവണ മിടിക്കുന്ന സമയത്തും രക്തം രക്തക്കുഴലുകളിലൂടെ പുറത്തേക്ക് ഒഴുകി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ ഓരോ തവണ മിടിക്കുമ്പോഴും രക്തം പുറത്തെത്തി രക്തക്കുഴലുകളിൽ ഉണ്ടാക്കുന്ന മർദ്ദത്തെ അല്ലെങ്കിൽ ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അത് നമ്മൾ മെഷർ ചെയ്ത് എടുക്കുമ്പോഴാണ് നമുക്ക് ബ്ലഡ് പ്രഷർ കിട്ടുന്നത്. അതായത് ഓരോ തവണ മിടിക്കുമ്പോഴും ബ്ലഡ് പുറത്തെത്തി ബ്ലഡ് വെസൽസിന്റെ വാൾസിൽ ഉണ്ടാക്കുന്ന ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു പ്രഷർ എത്രത്തോളം ഉണ്ടെന്ന് അളക്കുന്നതിനെയാണ് ബ്ലഡ് പ്രഷർ എന്ന് നമ്മൾ സാധാരണയായി മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു. സാധാരണ ഒരു ആരോഗ്യവാനായ വ്യക്തിയുടെ BP എന്ന് പറയുന്നത് 120/80 mmHg ആണ്. ഇതിൽ 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആണ്. അഥവാ രക്തം ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുമ്പോൾ രക്തം കൺട്രാക്ട് ചെയ്യുന്ന അവസ്ഥയിൽ ബ്ലഡ് വെസൽസിന്റെ വാൾസിൽ ബ്ലഡ് ഉണ്ടാക്കുന്ന പ്രഷറിന്റെ അളവെടുക്കുന്നതാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അതായത് പൊതുവെ അത് 120 mmHg ആണ്. ഇനി 80 എന്ന് കാണിക്കുന്ന വാല്യൂ അത് ഡയസ്റ്റോളിക് പ്രഷർ ആണ്. അതായത് ഹൃദയം റെസ്റ്റിലാവുന്ന സമയത്ത്, ഹൃദയം റിലാക്സ് ചെയ്ത് ബ്ലഡ് റീഫിൽ ചെയ്യുന്ന സമയത്ത് ബ്ലഡ് വെസൽസിന്റെ വാൾസിൽ ബ്ലഡ് ഉണ്ടാക്കുന്ന സമ്മർദ്ദമാണ് പൊതുവെ 80 mmHg ആയിട്ട് കണ്ടുവരുന്നത്. ഇത് സ്ഥിരമായി 140-90 mmHgക്ക് മുകളിലാണെങ്കിൽ നമ്മൾ അതിനെ ഹൈപ്പർ ടെൻഷൻ അഥവാ ഹൈ BP അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട് എന്ന് പറയുന്ന അവസ്ഥ വരുന്നത്. എന്തുകൊണ്ടാണ് ബ്ലഡ് പ്രഷർ വരുന്നത്? ഇതിന് ഒരൊറ്റ പ്രധാന കാരണമല്ല, ഒരുപാട് കാരണങ്ങൾ കൂടിയതാണ്. മാനസിക പിരിമുറുക്കം അഥവാ ടെൻഷൻ, വ്യായാമമില്ലാത്ത ജീവിത രീതി, അമിതമായ ഉപ്പിന്റെ ഉപയോഗം, അമിതവണ്ണം, ഒബീസിറ്റി, ഉറക്കക്കുറവ്, പുകവലി, മദ്യപാനം, അല്ലെങ്കിൽ ജനിതകമായിട്ട് വരാം. ഫാമിലിയിൽ BPയുടെ ഹിസ്റ്ററി ഉള്ളവർക്ക് ഇത് കണ്ടുവരുന്നുണ്ട്. അതുപോലെ ഒരു പ്രായത്തിന് ശേഷം 65 ആ ഒരു ഏജിന് ശേഷം പൊതുവെ BP കണ്ടുവരുന്നുണ്ട്. ഇനി നമുക്ക് ബ്ലഡ് പ്രഷറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മിക്കവാറും കേസിലും ബ്ലഡ് പ്രഷർ ലക്ഷണമില്ലാതെയാണ് കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബ്ലഡ് പ്രഷറിനെ സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നത്. എന്നാൽ ചിലരിലൊക്കെ ബ്ലഡ് പ്രഷറിന് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. തലവേദന, തലകറക്കം, അതായത് ഡിസിനസ്, ക്ഷീണം, നെഞ്ചിടിപ്പ്, ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്, നോസ് ബ്ലീഡ്സ്, ഹൈ ബ്ലഡ് പ്രഷർ ഒക്കെ വരുമ്പോൾ ചിലരിലൊക്കെ നോസ് ബ്ലീഡിങ് കണ്ടുവരുന്നുണ്ട്. അതുപോലെ കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകുമ്പോൾ കാലിലൊക്കെ, ആംഗിൾസിലും ഫീറ്റിലൊക്കെ നീര് വരുന്ന ഒരു അവസ്ഥ, കാഴ്ച മങ്ങുക, അതായത് ബ്ലർഡ് വിഷൻ, ഇതൊക്കെയാണ് പൊതുവെ കണ്ടുവരുന്ന ബ്ലഡ് പ്രഷറിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ചിലപ്പോഴൊക്കെ ഈ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും BP ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഒരു ഏജ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടെ ഒന്ന് ബ്ലഡ് പ്രഷർ പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാതെ പോയാൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. പലരും വിചാരിക്കും എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, മരുന്ന് വേണ്ട എന്നൊക്കെ. ബട്ട് ഇതൊരു അപകടകരമായ ചിന്തയാണ്. ദീർഘകാലം BP നിയന്ത്രിക്കാതെ പോയി കഴിഞ്ഞാൽ ഹൃദ്രോഗം, ഹൃദയാഘാതം, സ്ട്രോക്ക്, വൃക്കകളുടെ പ്രവർത്തന തകരാർ, കാഴ്ച പ്രശ്നങ്ങൾ, ഇതുപോലെയുള്ള ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഇനി നമുക്ക് ബ്ലഡ് പ്രഷർ എങ്ങനെ തടയാം എന്നുള്ളത് നോക്കാം. ജീവിതശൈലിയിൽ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ ബ്ലഡ് പ്രഷറിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നാമതായിട്ട് അമിതമായിട്ടുള്ള ഉപ്പിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുക. അച്ചാറുകൾ, ചിപ്സ്, പാക്കറ്റ് ഫുഡ്സ്, ബേക്കറി സാധനങ്ങൾ എന്നിവ പരമാവധി കുറക്കുക. ദിവസവും വ്യായാമം ചെയ്യുക. കുറഞ്ഞത് ഒരു ദിവസം 40 മിനിറ്റെങ്കിലും വ്യായാമത്തിനായി മാറ്റിവെക്കുക. അമിതവണ്ണമുള്ളവരാണെങ്കിൽ ശരീരഭാരം നിയന്ത്രിക്കുക. ഉറക്കം ഒരു 7 മുതൽ 8 മണിക്കൂറെങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ലീപ്പ് നിർബന്ധമായും ശീലമാക്കുക. ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, മുഴുധാന്യങ്ങൾ, അതായത് ഹോൾ ഗ്രെയിൻസ്, മില്ലറ്റ്സ്, ഇവയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മാനസിക സമ്മർദ്ദം കഴിയുന്നതും കുറക്കാൻ നോക്കുക. അതിനുവേണ്ടി യോഗ, മെഡിറ്റേഷൻ, അതുപോലെ പ്രാർത്ഥന,
കുടുംബവുമായിട്ടും ഫ്രണ്ട്സുമായിട്ടും കൂടുതൽ സമയം ചെലവഴിക്കുക. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അമിതവണ്ണമുള്ളവരാണെങ്കിൽ ശരീരഭാരം നിയന്ത്രിക്കുക. ഇനി ഓൾറെഡി ബി.പിക്ക് മരുന്ന് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടയ്ക്കൊന്ന് ബി.പി നോക്കി നോർമൽ ആയി എന്ന് കരുതി ബി.പിയുടെ മെഡിസിൻസ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. കാരണം മരുന്നായിരിക്കാം ഈ ഒരു ബി.പി ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിന്റെ ശേഷം മാത്രം അത്തരം തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ബ്ലഡ് പ്രഷറുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായി കോൺടാക്ട് ചെയ്യാം. താഴെ കമന്റ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്